എപ്പോൾ ഹോട്ടലിൽ കയറിയാലും ഇതിലൊക്കെ ആക്രയാണ്. ഒടുക്കത്തെ വീട്ടിൽ പോയിട്ട് ഞാൻ വരിക. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. അപ്പം എന്തായാലും എടുക്കാന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെ കുറച്ച് പേർക്കെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ള കാര്യം. അപ്പൊ അത് കഠിനമായ തലവേദന ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച തലവേദന ആവാതിരിക്കുക. 24 മണിക്കൂർ ഫോൺ അടിയിലാണ്. രാത്രി 2 മണി 3 മണിയാവും കിടന്നുറങ്ങണത്. എഡിറ്റിങ്ങോ കാര്യങ്ങളോ സ്ട്രെസ്, പിന്നെ നമ്മളൊന്നും എഡിറ്റ് ചെയ്യാറില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും മെഡിസിൻ എടുക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് പോയിക്കാണ്. അപ്പൊ തീരെ വയ്യാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വെച്ച് നീട്ടണ്ട, ഡോക്ടറെ കാണിക്കാന്നുള്ള ഒരു തീരുമാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാ ഞാനെന്തെങ്കിലും അച്ഛൻ കൂടിച്ച് പോവാണ് കേട്ടോ. അമ്മ അവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ സമയം ഒരു ലോഡായിട്ടുണ്ട്. ഇനി ഡോക്ടർ പോവാനാ മതിയെന്ന് അവിടെ എത്തുമ്പോത്തിന്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. നമുക്ക് പോയിട്ട് ഡോക്ടർ പറയുന്നത് എന്താന്നൊക്കെ കേൾക്കാം. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ പെട്ടെന്നായിപ്പോയി. എന്തായാലും വീഡിയോയിൽ പോവാം. തെറ്റാ പോവാണ്. ഇപ്പത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ നോക്കുക. മുട്ടായിക്ക് എന്റെ അടുത്ത് പൈസ ഇല്ല. ഇതിലും ക്യൂട്ടായിക്കണെന്ന് കൊറേ പേര് പറയുന്നുണ്ട്. ബിക്കോസ് എന്റെ സിസ്റ്റർ അല്ലേ. നിങ്ങൾക്ക് എന്താ പറയാൻ വേണ്ടി അയക്കാം. അപ്പൊ നിങ്ങൾ എല്ലാരും നമുക്ക് കപ്പിൾ എന്ന ഇൻസ്റ്റാണ് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അല്ല അത് വേണ്ട, നിങ്ങൾ അത്ര പേര് നമ്മളെ എന്റെ വീഡിയോ എന്റെ ചാനൽ കണ്ടിട്ടുണ്ട്. ദിലുവിന്റെ വീഡിയോയും ദിലുവിന്റെ ചാനൽ കണ്ടോരും അതുപോലെ തന്നെ ദിലുവിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ആരൊക്കെയാണെന്ന് കമന്റ് ഇടാം. ദിലു അങ്ങനെ ഇതാ കോട്ടപ്പടി എത്താനായപ്പം ഞാൻ ദിലുവിൻ്റെ ഇങ്ങനെ കിടക്കാനായിട്ടോ. കാണാൻ ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പം ഇറങ്ങാനായപ്പോൾ തന്നെ ഒന്ന് മുട്ടിയപ്പോൾ കയറി ചാടി കുത്തി മരിച്ച് നമ്മള് ബ്ലോക്കിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഉണ്ട് തോന്നുന്നുണ്ട്, പോയൊക്ക. ദിലു ഇങ്ങടെ കിടന്ന് ഞെരിങ്ങ ഗൈസ് ബസ്സിന്ന്. അമ്മ വരുന്നുണ്ട്. ആണ് ഞങ്ങളുടെ മമ്മീജി. പിന്നെ കൊറേ മമ്മീജിക്ക് എന്തോ വലിയ ഗാംഭീര്യം ഉണ്ട്. മമ്മീച്ചിന്റെ മുഖം ക്യാമറയ്ക്ക് വരുമ്പോ അങ്ങനെ ആവുന്നതാണ് കേട്ടോ. വേറെ ഒന്നും ചില്ലാണ്ട് വൈബിന്റെ ആളാണ്. പിന്നെ ഒന്ന് മനസ്സിലാക്കുക, അമ്മി ഇപ്പം ഫാമിലി ഒന്നും സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കില്ല. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചി തന്നെയാണ്. അങ്ങനെ ഇതാ ഞാൻ ബ്ലോക്കിലൊക്കെ എത്തിച്ച് ഇതിലാണ് കേട്ടോ വരി വെക്കുന്നത്. കാരണം ഈ ടൈമിലൊക്കെ എനിക്കിങ്ങനെ തല പൊളിയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈഗ്രെയിൻ ഒരു അസുഖത്തിന് നമ്മൾ കളിയാക്കാൻ പാടില്ല. ഞാനൊരു ഷോർട്സ് ഇട്ട ടൈമിൽ കുറേ പേര് കളിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൈഗ്രെയിനോ ഇവക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. സ്വന്തമായിട്ട് വന്ന് നോക്കണം, അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ടാവും. നമ്മളെ ഡോക്ടറൊക്കെ ആക്കി ഇറങ്ങി. മൈഗ്രെയിനിന് മരുന്നില്ല ഡോക്ടർ പറഞ്ഞത്. മരുന്നുണ്ട് പക്ഷേ അങ്ങനെ എന്താ ദിലു അവിടെ ചെന്നിട്ട് ഡോക്ടറോട് അറിയാട്ടോ. അവളെ എഡിറ്റിങ്ങും കാര്യങ്ങളും ആയിട്ട് എന്താ എന്നെ കുറ്റപ്പെടുത്തി പറയുന്ന ഡോക്ടറിനെ നല്ല പറയുന്നതാണ് അവള് വിചാരിച്ചത്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു. അതുകൊണ്ടൊന്നല്ല, ഞാൻ ഉള്ളത് പറഞ്ഞാണ്. എനിക്കുണ്ട് ഈ മൈഗ്രെയിൻ. ഡോക്ടർ പറഞ്ഞ അതിന് പ്രോപ്പറായിട്ടൊരു മരുന്നില്ല, ഇനി വേന കുറവുണ്ടെന്നുണ്ട്. അങ്ങനെയൊന്നല്ല സംഭവം. ഡോക്ടർ പറയുന്നു വേണ്ട, എനിക്ക് തന്നെ അറിയാം. കാരണം എനിക്ക് ഇതിനൊക്കെ ഇത് മൂത്ത ടൈം ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ഉമ്മാക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ നല്ല ഒരു ചെറിയൊരു പാട്ടിന് കൊണ്ടുപോലും കേൾക്കാൻ പറ്റാത്തൊരു ടൈം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ റിക്കവർ ആയത് ഈ ഫോൺ ആദ്യം എനിക്കില്ലേന്ന്. പക്ഷേ എനിക്ക് ഹെഡ്സെറ്റ് ചെവി കുത്തിക്കൊണ്ട് കിടന്നു പോകുന്ന ഒരു പണി ഉണ്ടായിരുന്നു. പാട്ട് കേട്ടിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇപ്പം ഞാൻ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒക്കെ ആയപ്പോൾ എൻ്റെ നേരത്തെ കിടന്നൊക്കെ ആയപ്പോൾ എൻ്റെ സാധനം മാറി. അങ്ങനെ നമ്മൾ ചായ എടുക്കാൻ വേണ്ടി കയറിക്കാണ്. മെട്രോ കഫേയിലാണ് കയറിയത്. അങ്ങനെ ഓവറായിട്ടൊന്നുമല്ല, എനിക്ക് തലവേദന എടുക്കുന്ന ടൈമിൽ തണുപ്പ് കഴിച്ച് നല്ല സുഖം കിട്ടലുണ്ട്. അപ്പോൾ ഞാൻ അവിൽമിൽക്ക് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഓലൊക്കെ ചെറുങ്ങനെ ലേറ്റായിട്ട് കഴിച്ചു. മെച്ചി അച്ഛൻ ഞാനും ഇതിലുമാണുള്ളത്. എപ്പോൾ ഹോട്ടലിൽ കയറിയാലും ഇതിലൊക്കെ ആക്രയാണ് എന്തായാലും. എൻ്റെ ഒടുക്കത്തെ യൂട്യൂബിൽ വലിച്ച് ഞാൻ ഒരു വലിയ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ആക്രയാണ് പറഞ്ഞിട്ട് ഓളെ എന്നെ നല്ല ചീത്ത അറിഞ്ഞു. ഇവിടെ അതൊരു കളവിരിക്കും. 40 years old ലേഡി, 15 years old ലേഡി. ഒരു മിനിറ്റ് ഇതെടുക്കട്ടെ. നമുക്ക് അവിൽ മിൽക്ക് കഴിച്ചിട്ട് ബാക്കി പരിപാടി ആക്കാം. ഉൾപ്പുണ്ടെന്ന് നിങ്ങൾക്ക് കുട്ടികളുടെ നിന്ന് കൈയിട്ട് ഉമ്മനോട് ഞങ്ങൾ കുറേ വട്ടം വന്ന് അവലിലേക്ക് ഇട്ടോളൂ. അപ്പം അമ്മക്ക് വലിയ ചാടാ. പിന്നെ അച്ഛനും അവലിലേക്ക് കൊടുന്നപ്പോൾ അതിൽ കൈയിട്ട് വാരാണ് കേട്ടോ. അതാണ് നമ്മളിട്ട് ആക്കണത്, അല്ലാണ്ട് വേറെ ഒന്നും അമ്മക്ക് എന്താ മാറിയേക്കണേ. കഴിഞ്ഞു വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം തന്നെ എനിക്ക് മൈഗ്രെയിനിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ട ടൈമിൽ തന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. മൈഗ്രെയിൻ ഉണ്ടായി ഇങ്ങനെ ഫോൺ കളിക്കാൻ പറ്റുമോ, അതാണ് ഇതാണ്. പലർക്കും പല ശരീരപ്രകൃതമാണ്, അതൊന്ന് മനസ്സിലാക്കാം. പിന്നെ പലർക്കും പലത് കഴിച്ചാലായിരിക്കും കുറവുണ്ടാവും. എനിക്ക് ഈ മൈഗ്രെയിൻ്റെ ടൈമിൽ തണുത്തത് കഴിച്ചാലോ മധുരമുള്ളത് കഴിച്ചാലൊക്കെ വേഗം മാറും. എന്താണെന്നറിയില്ല, ചിലവർക്ക് പലർക്കും പല മാതിരിയായിരിക്കും. കുറേ പേര് കളിയാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഈ മൈഗ്രെയിൻ്റെ വേദന നിങ്ങൾക്ക് വന്ന് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യനെ മെൻ്റലി ഫിസിക്കലി എന്നുള്ളത് കേട്ടോ. എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, അപ്പോഴേ നിങ്ങൾ ഈ കളിയാക്കൽ നിർത്തുള്ളൂ. അവനാർക്ക് ആരാൻ്റെ നമുക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമാണെന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇതും. സ്വന്തമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും സാഹചര്യം ആണെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. പിന്നെ കുറേ പേര് കുറേ ഉളകൾ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റും ഒക്കെ ഇടുന്നുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം മൈൻഡ് ചെയ്ത നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. പിന്നെ ശപിക്കാനായിട്ട് കുറേ ജന്മങ്ങളുണ്ട് കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും പറയണ്ട. അപ്പോൾ ഇതാണ് എനിക്ക് പറയേണ്ടത്. ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്താണ്. പിന്നെ സ്മൈൽ കറക്ഷൻ്റെ കാര്യം കുറേ പേര് ചെയ്യിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ, ഡേറ്റ് ആവുന്നേ ഉള്ളൂ. നമ്മൾ ഒരു ട്രയൽ എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ട് നോക്കാൻ. അപ്പോൾ ഇനിയും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഒക്കെ വരുത്താനുണ്ട്. സോ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒക്കെ അപ്ഡേഷൻ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചേച്ചാ.